ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LM നമ്മളെന്ന ആദ്യത്തെ യൂണിറ്റ് ആദ്യത്തെ ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണിയിലെ 3, 4, 5 ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് പേജ് നമ്പർ 9 3, 4, 5 1, 2 ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ സീക്വൻസ് ഓഫ് natural numbers which leave remainder 1 on division by 3 and the sequence of natural numbers which leave remainder 2 on division by 3. ചോദ്യം മനസ്സിലായി കാണുമല്ലേ? എന്താണ്? അതായത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന നിസർഗ സംഖ്യകളുടെ സീക്വൻസ് ശ്രേണി എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. Sequence of natural numbers which leave remainder 2 on division by 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന ശ്രേണിയും എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശ്രേണികൾ എഴുതാൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം വായിച്ചു കഴിഞ്ഞ് നമുക്ക് ആൻസറിലേക്ക് പോകാം. എന്താണ്? 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വേണം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നിസർഗ സംഖ്യകളുടെ ശ്രേണിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 കൊണ്ട് ഹരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉടൻ ഓർമ്മ വേണ്ട എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 3. 4 കൊണ്ട് ഹരിക്കുമ്പോഴെന്ന് പറയുമ്പോൾ ഓർമ്മ വേണ്ട മൾട്ടിപ്പിൾസ് ഓഫ് 4. അതാണ് ആദ്യം എടുത്തിട്ട് വേണം അവരെന്താണ് ആവശ്യപ്പെടുന്നത് അത് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 3 എടുക്കാം. മൾട്ടിപ്പിൾസ് ഓഫ് 3 6 9 ഇങ്ങനെ പോകും. ശിഷ്ടം 1 വേണമെങ്കിൽ ഈ ശ്രേണിയുടെ കൂടെ 1 കൂട്ടിയാൽ പോരെ? അതെ, 4 7 10. ശിഷ്ടം 2 വേണമെങ്കിലോ അതിൻ്റെ കൂടെ 2 കൂട്ടണം. 5 8 11 അങ്ങനെ പോകും. അപ്പം നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. എന്താണ് നമ്മുടെ ചോദ്യം? എന്താണ്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവ് റിമൈൻഡർ. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് which leave remainder 1 on division by 3. Division by 3 is ഏതൊക്കെയാ? 4 7 10 dash. അടുത്ത എന്താണ്? റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ, ഞാൻ ഫുൾ എഴുതുന്നില്ല, ഇങ്ങനെ എഴുതുന്നുള്ളൂ. റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3 ഈസ് ഏതൊക്കെയാണ് വരുന്നത്? 5 8 11 വേണം. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or say ഡിസ്ക്രൈബ് ദി സീക്വൻസ് ഇൻ 2 other ways. ചോദ്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതായത് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകുന്ന രീതിയിൽ എഴുതുന്നതിനാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. സീക്വൻസ് ഓഫ് നിസർഗ സംഖ്യകളുടെ ശ്രേണി 1ലും 6ലും അവസാനിക്കുന്ന അക്കങ്ങൾ 1ലും 6ലും അവസാനിക്കുന്ന നിസർഗ സംഖ്യകളുടെ ശ്രേണി എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇതിനെ 2 തരത്തിൽ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം? ഈ സീക്വൻസ്, ഈ ശ്രേണി നമുക്ക് 2 തരത്തിൽ എങ്ങനെ പറയാം? ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പം നമ്മൾ നാലാമത്തെ ചോദ്യമാണ് വായിച്ചത്. 1ലും 6ലും അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ്, അതായത് നിസർഗ സംഖ്യയുടെ ശ്രേണി 2 രീതിയിൽ അതിനെ എങ്ങനെ വിശദീകരിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ശ്രേണി എഴുതാം. 1 6 11 16 21 ഇങ്ങനെ പോവുകയാണ് അല്ലേ? അപ്പം ഇവിടെ നോക്കിക്കേ, ഈ ശ്രേണിയിൽ 5 വീതം കൂട്ടിയാണ് അടുത്തടുത്ത സംഖ്യകൾ എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, 5 വീതം കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് 21 5 26, 26 5 31.
അപ്പോൾ നമുക്കിതിനെ എങ്ങനെ നമ്പേഴ്സ് ഈച്ച് വിത്ത് ഡിഫറൻസ് ഓഫ് 5 ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം 1, അല്ലെങ്കിൽ 5 കൂട്ടിയാണ് എഴുതിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. Sequence got by adding 1, adding 5, അല്ലല്ലേ, adding 5 to each number starting from 1. ഒന്നിൽ തുടങ്ങി ഓരോ നമ്പറിലെയും 5 കൂട്ടി റിപ്പീറ്റ് വോട്ട് ബൈ ആഡിങ് 5 റിപ്പീറ്റഡ്ലി എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഈച്ച് ആയാലും മതി. നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 5. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് 5ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ രീതിയിൽ. രണ്ടാമത്തെ രീതിയിൽ നമുക്ക് എന്താ പറയുക നോക്കിക്കേ, 6നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1, 11നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1. അപ്പോൾ ഇവിടെ 1നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ കരുതും അല്ലേ? നോക്കിക്കേ, 1നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ടൈംസ് 0 റിമൈൻഡർ 1. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ രീതി നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടാമത്തെ രീതി നമുക്ക് എന്താ പറയാം? റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. നമ്പേഴ്സ് വെൻ ഡിവൈഡഡ് ബൈ 5, numbers when divided by 5 leaves 1 as remainder. അപ്പോൾ നാലാമത്തെ ചോദ്യം കഴിഞ്ഞ്. നാലാമത്തെ ആൻസർ ഇതാണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം, സീ ദ ഫിഗേഴ്സ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? നോക്കിക്കേ, ഇവിടെ 3 ഫിഗർ ട്രയാങ്കിൾസ് ആണ്. ചോദ്യം വായിക്കാം. ദ ഫസ്റ്റ് ഫിഗർ ഷോസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സ്മോളർ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് സൈഡ്സ് കട്ട് ഓഫ്. അതായത് ഈ സൈഡിൻ്റെ എല്ലാം മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്താണ് നമുക്ക് സ്മോളർ ട്രയാങ്കിൾസ് കിട്ടിയിരിക്കുന്നത്. 3 സൈഡിൻ്റെയും മിഡ് പോയിൻറ്റ് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് മൊത്തത്തിൽ 4 ട്രയാങ്കിൾ ആയി. ഇത് ചെയ്യുന്ന നടുക്ക് ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു മിഡ് പോയിൻറ്റ്സ്. ദ സെക്കൻഡ് പിക്ചർ ഷോസ് ദ സെയിം തിങ് ഡൺ ഓൺ ഈച്ച് ഓഫ് ദ 3 ട്രയാങ്കിൾസ്. ഇപ്പോൾ 3 ട്രയാങ്കിൾ കിട്ടിയില്ലേ, അതിന് ആ 3നെയും വീണ്ടും എന്താണ് 4 വീതം ആക്കിയിരിക്കുന്നതാണ് രണ്ടാമത്തെ ചിത്രം. അതിൽ നിന്ന് പഴയതുപോലെ തന്നെ ഓരോന്നും നടുക്കുന്ന കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തത് ദ തേർഡ് പിക്ചർ ഷോസ് ദ സെയിം തിങ് ഡൺ ഓൺ ദ സെക്കൻഡ് പിക്ചർ. രണ്ടാമത്തേൽ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മൂന്നാമത്തേലും ചെയ്തിരിക്കുന്നത്. ഓരോന്നിനെയും വീണ്ടും എന്താണ് മിഡ് പോയിൻ്റ് വെച്ച് കട്ട് ചെയ്ത് ചെറുതാക്കി എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ അത് 4 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ. ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ട്രയാങ്കിൾ ഉണ്ടെന്ന്. ടേക്കിംഗ് ദ ഏരിയ ഹോൾ അൺകട്ട് ട്രയാങ്കിൾ. മുറിക്കുന്നതിന് മുമ്പ് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയിരുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ എന്താണ് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ഒന്നായിട്ട് എടുത്താൽ, 1 യൂണിറ്റ് സ്ക്വയറായിട്ട് എടുത്താൽ, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. അപ്പോൾ ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ, 1 സംഖ്യ എടുക്കുകയാണെങ്കിൽ ഓരോ ചെറിയ ട്രയാങ്കിളിൻ്റെയും പടത്തിലുള്ള ഓരോ ചെറിയ ട്രയാങ്കിളിൻ്റെയും പരപ്പളവ് കാണുക. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഇസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. ഓരോ പടത്തിലുള്ള ചുമന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. മൊത്തം ഏരിയയാണ് ആകെ പരപ്പളവ്. നാലാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്സ്. ഈ പ്രോസസ്സ് ഇങ്ങനെ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് 3 തന്നിട്ടുണ്ട്. അടുത്ത 4-ാമത്തേലും 5-ാമത്തേലും എന്തായിരിക്കും കിട്ടുക എന്ന് നമുക്ക് കാണിക്കണം. അപ്പം ചോദ്യം മനസ്സിലായല്ലോ. നമുക്ക് ഇനി ഈ ചോദ്യം ചെയ്യാൻ നോക്കാം. ഓക്കെ, 5-ാമത്തെ ചോദ്യത്തിൻ്റെ ചിത്രമാണ് വരച്ചിട്ടിരിക്കുന്നത്.
ഈക്വലാറ്റർ ട്രയാങ്കിളിന് മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വീണ്ടും 4 തുല്യ ത്രികോണങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഓരോന്നും ഈക്വലാറ്റർ ട്രയാങ്കിൾ തന്നെ, സമഭുജ ത്രികോണം തന്നെയാണ്. അപ്പം ഇവിടെ 1 2 3 4, എന്നിട്ട് ഇതിൻ്റെ നടുക്കത്തെ ഭാഗം ട്രയാങ്കിള് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു. മൊത്തത്തിൽ 4 എണ്ണം. ഇവിടെ നോക്കിക്കുക, അതിൽ ഓരോന്നിനെയും വീണ്ടും കട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ മൂന്നാമത്തെ ഫിഗറാണ്. ഇതിനെ ഓരോന്നിനെയും വീണ്ടും ചെറുതാക്കിയിട്ടുണ്ട്. മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് എത്ര ട്രയാങ്കിൾ ഉണ്ടോ ഓരോന്നിനെയും മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ ആക്കിയിരിക്കുകയാണ്. കുഞ്ഞ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ആ പടത്തിൽ ശരിക്ക് കാണാൻ സാധിക്കാത്തത്. അപ്പോൾ എത്ര ചുമന്ന ട്രയാങ്കിൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓരോ ചിത്രത്തിൽ. ഇതിൻ്റെ അകത്ത് എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ടല്ലേ. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 3. ഇത് എത്ര? ഇവിടെ 3, ഇവിടെയും 3, ഇവിടെയും 3. എത്ര? 3 3 6 3 9. ഇവിടെ ഓരോന്നിലും നോക്കിക്കേ എത്ര വീതമാണ്. ഇങ്ങനത്തെ ഉള്ള ഈ കുരൂരായി ഇരിക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പ്രയാസം. നമുക്ക് ഇതിനെ വീണ്ടും കട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. 9 9 9 3 9 ഉണ്ട്. അപ്പം 9 3 27 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ഈ നടുക്കത്തേനെ നമുക്ക് ട്രയാങ്കിളാക്കി മാറ്റാം. അപ്പം ഒന്നാമത്തെ ആൻസർ ഇതാണ്. ഇനി ഓരോന്നിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തം ഏരിയ ഒരു കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ പരപ്പളവ് 1 ആണെങ്കിൽ ഓരോ ചെറിയ ത്രികോണത്തിൻ്റെ ഏരിയ എത്ര ആയിരിക്കും? ഇത് 4ൽ 1. ഇവിടെ എണ്ണ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര എണ്ണം വരും? 16 എണ്ണം വരും. 4 4 8 4 12, ഇത് 16. നടുക്കുള്ളതും 1 2 3 4 16 എണ്ണം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ 1/16. അടുത്ത് നോക്കിക്കേ, ഇതിനെ വീണ്ടും കട്ട് ചെയ്താണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെയും കട്ട് ചെയ്ത് ഇവിടെയും കട്ട് ചെയ്ത് ഇവിടെയും കട്ട് ചെയ്ത് എല്ലാം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്നറിയാവോ? 64 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ 1/64. ഇനി അടുത്തത്, വാട്ട് ഇസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ്? ചുമന്ന ത്രികോണത്തിൻ്റെ എല്ലാത്തിനും ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പം 3 × 1/4 3/4. ഇവിടെ 9 എണ്ണം ഉണ്ട്. 9 × 1/16 9/16. ഇവിടെ എത്ര? 27 ഉണ്ട്. 27 × 1/64 27/64 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിക്കേ, അടുത്ത 2 എണ്ണം കൂടി എഴുതാനാണ് നാലാമത്തെ ചോദ്യം. അടുത്ത 2 എണ്ണം കൂടി 1 2 3 പടമില്ലേ. ഇനി അടുത്ത 2 എണ്ണം കൂടി എങ്ങനെ നമുക്ക് ഈ ചോദ്യങ്ങൾ 2 എണ്ണം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ശ്രേണി ഇങ്ങനെ റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസസ്. 3 സീക്വൻസ് കിട്ടിയില്ലേ? ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ 3നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 9 9 × 3 27. അടുത്ത 27 × 3 81. 81 × 3 243. അടുത്ത് വരികയാണെങ്കിൽ എന്താണ്? 81 243. ഇവിടെ നോക്കിക്കേ, എങ്ങനെയാണ് 1/4 1/16 ആയതുകൊണ്ട് 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/16 എങ്ങനെയാണ് 1/64 ആയത്? 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ. പിന്നെ അടുത്ത കിട്ടണം എല്ലാത്തിനെയും 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര കിട്ടും? 1/256. ഇനി അടുത്തതോ 1/4 ആണെങ്കിൽ 1/1024. 3/4 എങ്ങനെയാണ് 9/16 ആയത്? 3/4 × 3/4 3 9 4 16 × 3/4. അപ്പോൾ ഇവിടെ എല്ലാം 3/4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അടുത്ത 2 എണ്ണം കിട്ടണമെങ്കിൽ എന്തായിരിക്കും? 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 81/256 എന്ന് കിട്ടും. 256. ഇനിയും 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടും? 243/1024. അപ്പം ഇത് രണ്ടുമാണ് അടുത്ത 4ാമത്തെയും 5ാമത്തേൻ്റെയും ആൻസർ. ഇത് 4ാമത്തേൻ്റെയും 5ാമത്തേൻ്റെ ആൻസർ. അപ്പം നോക്കിക്കേ, എല്ലാം ഒരു റിലേറ്റഡ് ആണ് അല്ലേ. ആദ്യത്തെ എല്ലാം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, രണ്ടാമത്തെ ശ്രേണി എല്ലാം 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, മൂന്നാമത്തെ ശ്രേണിയിൽ
3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അടുത്തടുത്ത് എന്താണ് ട്രയാങ്കിൾസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ 3 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരുന്നവരേക്കും ബൈ. ഓക്കെ.